അങ്ങനെ പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ് കേട്ടോ. വളരെ കല്ലമ്പലത്ത് മേൽപ്പാലത്തിൻ്റെ പണി വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ NH66 പുതിയ അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ ഷീമാട്ടി ജംഗ്ഷൻ്റെ അടുത്താണ്. ഷീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് അപ്പുറത്താണ് കേട്ടോ ഷീമാട്ടി ജംഗ്ഷൻ. അവിടുന്ന് കഴിഞ്ഞ് വരുമ്പോൾ സർവീസ് റോഡിലാണ്. ഇവിടെ നിന്നാണ് നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ന് പാരിപ്പള്ളി മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ എന്തായാലും മുന്നോട്ട് പോയി നോക്കുകയാണ്. പണിയൊക്കെ എവിടം വരെ ആയി, പണിക്ക് വേഗതയുണ്ടോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പം ഷീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഷീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഭാഗമാണ്. ഇവിടെ ഏകദേശം 6 വരി പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞത്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ക്രാഷ് ബാരിയർ, അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ ഒക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊക്കെ ഡിവൈഡറൊക്കെ പണി പുരോഗമിച്ച് 6 വരി പാതയുടെ പണി തന്നെ നിർമ്മാണം പൂർത്തിയായി കുറേ ഭാഗത്തേക്ക്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഏകദേശം 15 ദിവസം 20 ദിവസത്തോളമായി നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. കല്ലുവാതിക്കലൊക്കെ പണി ഏത് രീതിയിൽ പണി പുരോഗമിച്ചിട്ടുണ്ടെന്ന്. മെയിൻ റോഡിലാണോ നല്ല കാറ്റുണ്ടല്ലോ. മെയിൻ റോഡിൽ പണിയൊക്കെ പൂർത്തീകരിച്ചു. ഇവിടെ ഡിവൈഡറിൻ്റെ പണിയാണ് ഇനി ബാക്കിയുള്ളത്. നേരെ മെയിൻ റോഡിലേക്ക് കയറുവാണ്. കണ്ടോ, ഇവിടെ 6 വരി പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. മെയിൻ റോഡ് ഇത് 3 വരി പാത, അതുപോലെ ഡിവൈഡർ, അത് കഴിഞ്ഞ് 3 വരി പാതയുടെ ഒക്കെ ടാറിങ്ങൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത്. ശിവാലയ കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റായിട്ടാണ്. കാരണം അവർക്കിനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെയാണ് അവർ പണി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും 1 വർഷത്തിനകം പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കൊട്ടിയം പാലവും അതേപോലെ തന്നെ പാരിപ്പള്ളി പാലമായിരുന്നു അവർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത് വലിയ വർക്കുകളിൽ. അതെന്തായാലും അവർ തുടങ്ങിയിട്ടുണ്ട്. പാരിപ്പള്ളിയിലും വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് വർക്ക് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കുന്നുണ്ടായിരുന്നു, അതിൽ കുറച്ച് ഭാഗം ഇടിച്ച് താക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കുള്ളൂ. നമ്മൾ കല്ലുവാതിക്കൽ അണ്ടർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പണികൾ വലിയ രീതിയിൽ വർക്ക് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. അപ്പുറത്തോടുള്ള വാഹനങ്ങൾ അതുവഴിയുള്ള സർവീസ് റോഡും, ഇതുവഴി പോകുന്നവർ ഇതുവഴിയുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനം കടത്തിവിടുന്നത്. മെയിൻ റോഡ് അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് ഉയർന്നു അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് അല്ലേ. വാവ്, കല്ലുവാതിക്കൽ തന്നെയാണോ? കല്ലുവാതിക്കൽ മാറിയ മാറ്റേ. അപ്പുറവും കെട്ടിപ്പൊക്കി കേട്ടോ. കല്ലുവാതിക്കൽ അത്രയും വീതിയുള്ള കുഴപ്പമില്ല. അത്രയും വീതിയുള്ള അണ്ടർപാത്താണ്, വലിയ കുഴപ്പമില്ല. ഇവിടെ തന്നെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കല്ലുവാതിക്കൽ കാഴ്ച കല്ലുവാതിക്കൽ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു. ചെറിയൊരു കുന്നാണ്, അതൊക്കെ ഇടിച്ച് താത്തിട്ടുണ്ട്. 2 സൈഡിൽ സർവീസ് റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടേക്ക് വലിയ രീതിയിലുള്ള വർക്ക് നടന്നിട്ടുണ്ടല്ലേ കുറച്ച് ദിവസത്തിനകം. ഇവിടെയൊക്കെ ഉടനെ താറിങ് നടക്കും കേട്ടോ. ഭൂമിയൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ.
കഴിഞ്ഞ ഇതിന് മുമ്പെടുത്ത വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ രീതിയിലുള്ള മാറ്റമാണ് കേട്ടോ പാരിപ്പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹോ, പാരിപ്പള്ളിയിൽ ഏറ്റവും സ്ലോ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം പാരിപ്പള്ളിയിൽ വർക്കുകൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ വർക്കുകൾ നടത്തിയാൽ മാത്രമേ ഭയങ്കര കാറ്റ് കേട്ടോ ഒരു കൊല്ലത്തിനാവും പണി പൂർത്തീകരിക്കാൻ സാധിക്കും. ഓഹോ, ഇവിടെ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ പുതിയ റോഡ് ടാർ ചെയ്തിട്ട് ഇതുവഴിയാണ് വാഹനം കടത്തിവിടുന്നത്. നിലവിലുണ്ടായിരുന്ന റോഡ് ഇതായിരുന്നു, അത് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് കുറേ ഭാഗം റോഡ് ടാർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചു പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ള സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഭയങ്കര പൊടി. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പഴയ റോഡ് തന്നെ അത്രത്തോളം താഴ്ന്നു ഇവിടെ കാണാൻ സാധിക്കണം. ഓ, എന്നാ പൊടി. അങ്ങനെ നമ്മൾ പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലപ്പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെയോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളിയിലുള്ള പാലം പണിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലം പണി എവിടെ വരെ ആയി നമുക്ക് നോക്കാം. ഓ, ഭയങ്കര പൊടി. ഗ്ലാസ് തുറക്കാം. ഫ്രണ്ട്സ്, ഇവിടെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഹോ, പാരിപ്പള്ളി മാറിയ മാറ്റം. ഇവിടെ പാലം പണി തുടങ്ങിയായി. ഇവിടെ പിയറിൻ്റെ വർക്ക് തുടങ്ങിയതുപോലെ അപ്പുറത്ത് 2 പിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആഹാ, ഇത്രയും വർക്ക് പുരോഗമിച്ചായിരുന്നോ? വളരെ ഫാസ്റ്റാണല്ലോ. അങ്ങനെ പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ് കേട്ടോ. വളരെ പതിയെ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് തുടങ്ങിയ വർക്കാണ് പാരിപ്പള്ളിയിൽ പാലം പണി എന്ന് പറയുന്നത്. അതായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിയറിൻ്റെ വർക്കൊക്കെ ഇത്ര ആയിട്ടുണ്ട്. പില്ലർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി പിയറിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഒരു പിയറിൻ്റെ പണി നടക്കുകയാണ്. ഇവിടെയും പിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഏകദേശം ഇവിടം വരെ ഉള്ള ഒരു ചെറിയൊരു പാലമാണ് കേട്ടോ. ചെറിയ മേൽപ്പാലമാണ് പാരിപ്പള്ളി വരുന്നത്. അങ്ങനെ പാരിപ്പള്ളിയിൽ അങ്ങനെ ഫ്രണ്ട്സ്, പാരിപ്പള്ളിയിലെ മേൽപ്പാലം വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ കൊല്ലം ജില്ലയിലെ ഏറ്റവും ലാസ്റ്റായിട്ട് തുടങ്ങിയ ഒരു പാലം പണി എന്ന് വേണമെങ്കിൽ പറയാം. തുടങ്ങിയ ഉടനെ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അവർ വർക്ക് പൂർത്തീകരിക്കും. കാരണം മുമ്പേ പറഞ്ഞ പോലെ ഒരു കൊല്ലം മാത്രമേ ഇവരെ കയ്യിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് പണി നടത്തിയാൽ മാത്രമേ ഇവർക്ക് കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ സാധിക്കൂ. അങ്ങനെ നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവിടെ വരുന്ന പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ ഇവിടെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഗഡറുകൾ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വലതുവശത്തും ഇടതുവശത്തും ഇഷ്ടംപോലെ ഗഡറുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുക്കട അവിടെ അണ്ടർപാസിൻ്റെ പണി, 2 ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മിക്കവാറും ഇവിടുന്ന് പാരിപ്പള്ളി ജംഗ്ഷൻ വരെ മണ്ണിട്ട് ഉയർത്തുമായിരിക്കും. അതായിരിക്കും സാധ്യത. ഇവിടെ വരുന്ന അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അണ്ടർപാസ് ആയതാണ്, ഉയരമൊക്കെ കുറവാണ്.
ഇവിടെയും വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് ഭാഗത്തും ടാറിങ്ങൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ഇടയ്ക്കാണ് ടാർ ചെയ്തത് കേട്ടോ, അടിപൊളി. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മാറി. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളായിരുന്നു, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഇവിടം വരെ ഉള്ളു. അതായത് കൊല്ലം ജില്ലയിലെ ബോർഡറാണ് ഇവിടം വരെ, ആ കാണുന്നത് വരെ. അത് കഴിഞ്ഞ് RDS കമ്പനിയാണ് വർക്ക് നടത്തുന്നത്. നമുക്കെന്തായാലും കല്ലുവാതുക്കൽ വരെയുള്ള കാഴ്ചകൾ കാണാം. ഇവിടുന്ന് അങ്ങോട്ട് RDS കമ്പനിയാണ്, തിരുവനന്തപുരം ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ റോഡ് നല്ല രീതിയിൽ ഉയരും, കെട്ടി ഉയർത്തുന്നുണ്ട് കോൺക്രീറ്റ് വാൾ. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ കുറച്ച് ഇറക്കം കയറ്റമാണ്, ചെറിയൊരു ഇറക്കം കയറ്റമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ മണ്ണിട്ട് ഉയർത്തും നല്ല രീതിയിൽ. ഇവിടെയൊക്കെ ഇങ്ങനെ മെറ്റിൽ കൊണ്ടിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും പിന്നെ ടാറിങ് തുടങ്ങിയിട്ടില്ല. RDS കമ്പനി അങ്ങനെയാണ്, കുറച്ച് പതിയാണ് വർക്കുകൾ നടക്കുന്നത്. അടുത്ത വീഡിയോ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ച കാണാം കേട്ടോ. അടുത്ത വീഡിയോ അത് ഇന്ന് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ നേരെ ആറ്റിങ്ങൽ ബൈപ്പാസിലോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഇനി വർക്ക് ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ മണ്ണിട്ട് കെട്ടി ഉയർത്തേണ്ട പണിയാണ്. നല്ല രീതിയിൽ വർക്ക് ബാക്കിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ. ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ശതമാനവും ഇപ്പോഴും കട്ട ശോകത്തിലാണ് തിരുവനന്തപുരം ജില്ല. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ട് കുറേ നാളായി, പിന്നെ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും കണ്ടില്ല. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. തട്ടുപാലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. ഇതൊക്കെ ഒരുപാട് നാളായി പൂർത്തിയായിട്ട്. ഇവിടെ നല്ല രീതിയിൽ റോഡ് ഉയരും, അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നല്ല ഫാസ്റ്റായിരുന്നു ഈ ഭാഗത്തുള്ള വർക്ക് കേട്ടോ. വീണ്ടും വർക്കുകൾ അതേപോലെ നടക്കുകയാണ്. അതായത് കുറച്ച് സ്ലോ ആയി പോയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല സ്പീഡായിരുന്നു ഈ ഭാഗത്ത് വർക്ക്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ 2 ഭാഗത്തും. കല്ലമ്പലത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ പണി എവിടം വരെ ആയെന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കല്ലമ്പലം എത്തിയിട്ടുണ്ട്. കല്ലമ്പലം മേൽപ്പാലത്തിൻ്റെ പണി പലയിടത്തും പിയർ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെ പണി വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലോ. ആഹാ, ഓ ഫൈലിങ്ങും തൂണിൻ്റെ ഒക്കെ പണി പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.